കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello all. So, welcome to Ultimate Analysis IGNO മുൻകാല ചോദ്യ പേപ്പർ MMPC 009. സോ നമ്മുടെ MBA MMPC 009 എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. സോ മെയിൻലി നമ്മുടെ ഈ ഒരു MMPC 009, അതായത് മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നതായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. ആൻഡ് ഇത് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ പാസ്റ്റ് പ്രീവിയസ് ഇയർ കുറച്ച് TEE പേപ്പേഴ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ പാറ്റേൺസ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ അത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസും കൂടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആൻഡ് ക്വസ്റ്റ്യന്റെ ഫോമാറ്റ്, അതേപോലെ അതിന്റെ തീം, ഇതെല്ലാം ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ട് അതേപോലെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമുക്കൊരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കാം. ഇതിൽ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ബ്ലോക്ക് വൈസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ ഓരോ ടോപ്പിക്കും എക്സാമിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എക്സാം ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് വരുന്നത്. സോ ഇതിൽ നമ്മൾ നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അപ്പം ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ എസ് ആണെങ്കിൽ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ കേസ് അനാലിസിസ് ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ മാർക്ക് അലോക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഉണ്ട്. ഇതിൽ നമ്മൾ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് അപ്കമിങ് എക്സാംസിൽ നമുക്ക് ആ ഒരു ഓരോരോ ടോപ്പിക്സ് എത്രത്തോളം വരും അല്ലെങ്കിൽ അത് വരാൻ ചാൻസ്, അതിന്റെ പ്രോബബിലിറ്റി എത്രത്തോളം ആണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ ഉണ്ട്. സോ ഇതിലൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് പ്രഡിക്റ്റീവ് അനാലിസിസ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു സെഷന്റെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ഉണ്ട്. സോ നമ്മൾ ഒരു എങ്ങനെയാണ് ഹൈ ക്വാളിറ്റി രീതിയിൽ നമ്മൾ എങ്ങനെ ആൻസർ എഴുതാം, അതേപോലെ അതിന്റെ മാർക്കിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ മെത്തഡോളജി കോൾ ഔട്ട് ആണ്. സോ ഇതിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കലി നമ്മൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സും കാര്യങ്ങളും അത് ഇപ്പൊ ഏതൊക്കെ യൂണിറ്റിൽ വരുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ലേണർ മോട്ടിവേഷൻ ആണ്. സോ ഇതിൽ നമുക്ക് ഈ ഒരു ജൂൺ അല്ലെങ്കിൽ 2025 ഈ ഒരു പേപ്പർ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇത് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ് ആണ്. സോ ഇതിൽ നമുക്ക് ഒരു ബാർ ചാർട്ട് നോക്കാം. ദാറ്റ് ഇസ് ബ്ലോക്ക് 1 ടോട്ടൽ ഒരു ബ്ലോക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ്. സോ ബ്ലോക്ക് 1 നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ 26 ആണ് അവിടെ വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 എന്ന് പറയുകയാണെങ്കിൽ 32 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ബ്ലോക്ക് 3 18 ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 4 14 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് 2022 to 24 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ കാണിക്കുന്നത്. സോ ഇതാണ് നമുക്കിപ്പം ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമ്മൾ ആ ഒരു 2022 to 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 4 ബ്ലോക്കിന്റെയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ഉണ്ട്. സോ അതിൽ നമുക്ക് ഏകദേശം നോക്കിയാലും ബ്ലോക്ക് 2 നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ബ്ലോക്ക് 1 കമ്പാരിറ്റീവ്ലി 2-നെക്കാട്ടിലും കമ്പാരിറ്റീവ് കുറവാണ്. പക്ഷെ എന്നാലും ബ്ലോക്ക് 1 അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 അതിനുശേഷം
വരുന്നതാണ് ബ്ലോക്ക് 4. ഈ ഒരു രീതിയിലാണ് ബ്ലോക്ക് വൈസ് 2022-24 വരെയുള്ള നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യന്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 എന്ന് പറയുകയാണെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ആണ്. അത് ഏകദേശം ഒരു 7 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റിലവൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ പ്രൊഡക്റ്റ് സെലക്ഷൻ ആണ്. സോ പ്രൊഡക്റ്റ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതും ഒരു മീഡിയം റിലവൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ വരുന്നതാണ് ഫെസിലിറ്റി ലൊക്കേഷൻ ആൻഡ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. സോ അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 5 ടൈംസ് ആണ്. ആൻഡ് അതും ഒരു മീഡിയം റിലവൻസ് വരുന്ന ടോപ്പിക്കാണ്. പിന്നെ ഫോർത്ത് വൺ പ്ലാൻ ലേ ഔട്ട് ആൻഡ് ലേ ഔട്ട് ടൈപ്പ് ആണ്. സോ അതൊരു 8 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഒരു മീഡിയം റിലവൻസ് വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഇത്രയാണ് ബ്ലോക്ക് 1-ലുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. പിന്നെ ബ്ലോക്ക് 2-ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മാസ് പ്രൊഡക്ഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, ഇഷ്യൂസ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാസ് പ്രൊഡക്ഷൻ വരുന്നത്. സോ ആ ഒരു മാസ് പ്രൊഡക്ഷൻ 13 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അതിന് ഒരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ അടുത്താണ് ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ബാച്ച് പ്രൊഡക്ഷനിൽ ഒരു അതേപോലെ ഒരു 11 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. അതും ഒരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഈ ടോപ്പിക്കുകളൊന്നും നിങ്ങൾ അഥവാ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ചോ നോക്കിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നോക്കുക. പിന്നെ വരുന്നതാണ് ജോബ് പ്രൊഡക്ഷൻ. അതിന്റെ ഡിസ്റ്റിങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊരു 8ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഒരു മീഡിയം റിലവൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ PERT CPM ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. അതൊരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 10 പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്. ഒരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ ബ്ലോക്ക് 3-ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി, പിന്നെ കപ്പാസിറ്റി പ്ലാനിങ്, അതൊരു 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റിലവൻസ് വരുന്ന ടോപ്പിക്കാണ്. പിന്നെ ജോബ് ഡിസൈൻ, വർക്ക് സ്റ്റഡി ആണ്. അതൊരു 6 പ്രാവശ്യം ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു മീഡിയം റിലവൻസ് വരുന്ന ടോപ്പിക്കാണ്. നെക്സ്റ്റ് വാല്യൂ എഞ്ചിനീയറിംഗ്, ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ഒരു 10 ടൈംസ് ഒക്കെ ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഇൻവെന്ററി, പിന്നെ പർച്ചേസ് സിസ്റ്റം. സോ അതൊരു 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റിലവൻസ് വരുന്ന ടോപ്പിക്കാണ്. പിന്നെ കോഡിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഒരു 4 പ്രാവശ്യമൊക്കെയാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഒരു ലോ റിലവെന്റ് ആയിട്ടാണ് ആ ഒരു ടോപ്പിക് വരുന്നത്. പിന്നെ വേസ്റ്റ് അല്ലെങ്കിൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഒരു 3 പ്രാവശ്യമാണ് മൊത്തത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതും ഒരു ലോ റിലവെന്റ് എന്ന രീതിയിലാണ് ആ ഒരു ടോപ്പിക് വരുന്നത്. സോ ഇതിൽ ഹൈ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം എന്തായാലും പഠിക്കുക. മീഡിയം റിലവെന്റ് ആയിട്ട് വരുന്നത് നോക്കുക കേട്ടോ. ഇനി ഇതിന്റെ സ്കോറിംഗ് റൂൾസ് എന്ന് പറയുന്നത് ഹൈ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഹൈ റിലവെന്റ് ആയിട്ട് കൊടുക്കുന്നത്. മീഡിയം ആണെങ്കിൽ ഒരു 5 to 9 ആണ് അതിന്റെ വരുന്നത്. ലോ പറയുകയാണെങ്കിൽ ഫ്യൂവർ ദാൻ 5, 5 താഴെ നമുക്ക് നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ലോ റെലവെന്റ് ആയിട്ടാണ് സ്കോറിംഗ് റൂൾസിൽ വരുന്നത്. സോ ഇത് നമ്മുടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ്. ഓരോ യൂണിറ്റും അതിന്റെ ബ്ലോക്കും തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയിൽ നോക്കുക. നമുക്കപ്പോൾ അതിൽ ഡാർക്ക് കളറിലുള്ള സെൽസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈ റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റെലവെന്റ് ആയിട്ടുള്ള യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മീഡിയം അല്ലെങ്കിൽ മീഡിയം സെൽ എന്ന് പറയുന്നത് ഒരു മീഡിയം കളറിൽ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒരു 5 to 9 ആണ് അതിന്റെ വരുന്നത്. പിന്നെ ലൈറ്റ് സെൽ അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 5 എന്ന രീതിയിലാണ് ലൈറ്റ് സെൽ വരുന്നത്. അതാണ് ആ യൂണിറ്റും 13, 14 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ലൈറ്റ് സെൽ ആയിട്ട് വരുന്നത്. സോ ബ്ലോക്കും യൂണിറ്റ് വൈസും കൂടി ഡിവൈഡ് ചെയ്ത് 2 ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ്. അപ്പൊ ആ ഡാർക്ക് സെല്ലിൽ വരുന്ന അല്ലെങ്കിൽ ആ യൂണിറ്റുകളെല്ലാം നല്ല രീതിയിൽ ആ യൂണിറ്റിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അടുത്ത കീ ഇൻസൈറ്റ് ബോക്സ് ആണ്. സോ അതിൽ നമുക്ക് ടോപ്പ് 3 ഹൈ yielding ടോപ്പിക്കുകൾ ഏതൊക്കെയാ നോക്കാം. ദാറ്റ് ഇസ് ഒന്ന് മാസ് ആൻഡ് ബാച്ച് പ്രൊഡക്ഷൻ ആണ്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതേപോലെ ഒരു കമ്പാരിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അത് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് ആയിട്ട് ഒന്നല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ എന്താണ് അല്ലെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ ആയിട്ട് അങ്ങനെ അല്ലെങ്കിൽ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ടോപ്പിക് ഹൈ റെലവെന്റ് ആയിട്ട് ചോദിക്കാറ്. അതിപ്പോൾ ഒരു അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ വരുന്ന വാല്യൂ എഞ്ചിനീയറിംഗ്, ഇതും ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ എന്താണ് അതിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണ്, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എന്താണ്, അങ്ങനെ രീതിയിലൊക്കെയാണ് ചോദിക്കാറ്. പിന്നെ വരുന്നതാണ് പ്രൊജക്ട് മാനേജ്മെന്റ്, അതായത് PERT CPM ഒക്കെ വരുന്നതാണ് അതിൽ. സോ ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ടും ഈ ഒരു ഇത് ചോദിക്കാറുണ്ട്. കാൽക്കുലേഷൻ രീതിയിലും ആ ഒരു നേച്ചറിൽ വരുന്നൊരു ഭാഗമാണ് PERT and CPM അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന രീതിയിൽ വരുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം.
ഇഗ്നു നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ഇതിൽ നമുക്ക് ഓൾ TE പേപ്പേഴ്സിന് മുന്നുള്ള എല്ലാ TE പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു എല്ലാത്തിന്റെയും ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. സോ നമുക്ക് എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ എന്ന് പറയുകയാണെങ്കിൽ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അത് പ്രോപ്പറായി ഡിസ്ക്രൈബ് ചെയ്യണം, അതെല്ലാം അനലൈസ് ചെയ്യുക ആൻഡ് കമ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കോട്ട് ചെയ്യുക. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഒരു 3 to 5 അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് അത് പോവാം. അതായത് ബ്രീഫ് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ കമ്പയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിപ്പം രണ്ട് ടോപ്പിക് വന്നിട്ട് അതിനെ കമ്പയർ അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും കമ്പയർ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റിങ്വിഷ് എന്ന് പറയുന്ന ഒരു ആൻസർ നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഡെഫിനിഷൻ ആൻഡ് പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് ഒരു കൺസെപ്റ്റ്, എന്താണ് ചോദിച്ചിട്ടുള്ളത്, അപ്പൊ അതിനെ പ്രോപ്പറായി ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ പ്രോസസ് എന്താണ് എന്നുള്ളത് ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുക. പിന്നെ കേസ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്കെനാരിയോ എന്ന് പറയുന്നത് റെയർ ആയിട്ടാണ് വരുന്നത്. ലെസ് ദാൻ 3 ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങൾക്ക് അത് 3-ൽ കുറവ് പ്രാവശ്യമൊക്കെയാണ് ആ ഒരു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. പിന്നെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസും അതേപോലെ ഭയങ്കര റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ദാറ്റ് ഒരു ബ്രേക്ക് ഇവൻ അനാലിസിസ് അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര റെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് ലിസ്റ്റ് അല്ലെങ്കിൽ എന്യൂമറേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നാണ്. അത് ഒരു സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോർമാറ്റ് ചോദിക്കുക. ഈ ടിപ്പിക്കൽ മാർക്ക് ആൻഡ് ലെങ്ത് നോക്കാം. സോ എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 to 20 മാർക്സ് ആയിരിക്കും. നമ്മളൊരു 350 to 500 വേർഡ്സ് ആണ് എഴുതേണ്ടത്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് 5 മാർക്സ് വെച്ചിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിന് ഉണ്ടാവുക. 120 to 150 വേർഡ്സ് ആയിരിക്കണം എഴുതേണ്ടത്. യൂഷ്വലി 3 ആയിരിക്കും എഴുതാനുണ്ടാവുക. അപ്പൊ 3 into 5 15 മാർക്സ് എന്ന രീതിയിലായിരിക്കും വരിക. പിന്നെ ഡിസ്റ്റിങ്വിഷ് ഓർ കമ്പയർ എന്ന് പറയുന്നത് 10 to 15 മാർക്സ് ആയിരിക്കും. സോ അതും ഒരു 200 to 300 വേർഡ്സ് നമ്മളത് കമ്പയർ ചെയ്ത് എഴുതണം. ടേബിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. പാരഗ്രാഫ് പോലെ എഴുതുപോലെ കമ്പാരിസൺ ആണ് വരുന്നത്. പിന്നെ ഡെഫിനിഷൻ ആൻഡ് പ്രോസസ് ആണ്. സോ അത് 10 മാർക്കാണ്. അത് 150 to 200 വേർഡ്സ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ അതിന്റെ നല്ല ക്ലാരിറ്റിയോടെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സീക്വൻസിൽ തന്നെ എഴുതി പോകണം. ഓക്കെ, പ്രോസസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ അടുത്ത അതേഴ്സിൽ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ലെസ് ദാൻ 5 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു പാർട്ടൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ലെസ് ദാൻ 50 വേർഡ്സിലൊക്കെയാണ് നമ്മളത് എഴുതേണ്ടത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ടോപ്പ് 4 നോക്കാം. എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ എന്നൊക്കെ പറയും. ഈ ഒരു ഫോർമാറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ട് അതിന്റെ അനാലിസിസ്, അതിന്റെ കൺസെപ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ പ്രോസസ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഒരു 15 to 20 മാർക്സിന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. ഓക്കെ, അതിലിപ്പം എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഷോർട്ട് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതിന്റെ കൺസെപ്റ്റ്, പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഒരു 120 to 150 വേർഡ്സ് ആണ് 5 മാർക്സ് വെച്ച് നമ്മൾ അങ്ങനെ എഴുതേണ്ടത്. അതിലെ ഡെഫിനിഷൻസ്, ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതാം. അങ്ങനെ ഒരു 3 ആയിരിക്കും നമുക്ക് ഷോർട്ട് നോട്ട് എഴുതാണ്ടാവുക. സോ 3 into 5 15 മാർക്സ് വെച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഡിസ്റ്റിങ്വിഷ് കമ്പയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ വരിക. ഈ ഒരു ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ കമ്പയർ അതായത് 200 to 300 വേർഡ്സ് ആണ്. യൂഷ്വലി നമ്മളത് ടേബിൾ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 10 to 15 മാർക്സ് എന്ന രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. പിന്നെ ഡെഫിനിഷൻ ആൻഡ് പ്രോസസ് ആണ്. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻസ്, അതേപോലെ അതിന്റെ ഒരു പ്രോസസ്സ് എന്താണ്, അത് പ്രോപ്പർ ആയിട്ട് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു 150 to 200 വേർഡ്സ് വരെയൊക്കെ അത് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതുക. മെയിൻ ആയിട്ട് 10 മാർക്സ് ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അലോട്ട് ചെയ്ത് വരുന്നത്. സോ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് ആ ഒരു സീക്വൻഷ്യലി നമ്മളത് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പെർ സിലബസ് ബ്ലോക്ക് വെച്ചിട്ട് പറയുന്നത്. സോ ബ്ലോക്ക് 1 ജൂൺ 22 നമുക്ക് ഏകദേശം 20 മാർക്സ് ആയിരുന്നു ഒരു പേപ്പറിന് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഡിസംബർ 22 22 മാർക്സ്, ജൂൺ 23 21 മാർക്സ് ആണ്, ഡിസംബർ 23 18 മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, ജൂൺ 24 22 മാർക്സ് ആണ്.
സോ ടോട്ടലി നമ്മൾ 100 മാർക്കിൽ ഏകദേശം 21% എന്ന് പറയുന്നത് ബ്ലോക്ക് 1 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2ലേക്ക് പോവുകയാണെങ്കിൽ 29 മാർക്സ് ആണ് ജൂൺ 2022, പിന്നെ 27 അതിന്റെ അടുത്ത ഡിസംബർ 2022 ഉണ്ട്. ജൂൺ 23 30 മാർക്സ് ആണ്, ഡിസംബർ 23 31 മാർക്സ് ആണ്, ജൂൺ 24 32 മാർക്സ് ആണ്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 30% ആണ് ബ്ലോക്ക് 2ൽ നിന്നുള്ള ഷെയർ എന്ന് പറയുന്നത്. While moving to block 3, it is 27 ആണ് 27 മാർക്സ് ആണ് ജൂൺ 2022, ഡിസംബർ 2022 24 ആണ്, ജൂൺ 23 19 മാർക്സ് ആണ്, ഡിസംബർ 23 22 മാർക്സ് ആണ്, ആൻഡ് ജൂൺ 24 ഇറ്റ്സ് 21 മാർക്സ്. സോ ഓവറോൾ 23% ആണ് 100 മാർക്സിൽ വന്നിട്ടുള്ളത്. പിന്നെ മൂവിംഗ് ടു ബ്ലോക്ക് 4, ഇറ്റ് ഇസ് 24 മാർക്സ് ഇൻ ജൂൺ 22 ആൻഡ് 27 മാർക്സ് ഇൻ ഡിസംബർ 22 ആൻഡ് 30 ആണ് ജൂൺ 23 വന്നിട്ട് ചോദിച്ചിട്ടുള്ളത്. അത്രയും മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 23 29 മാർക്സ് ആണ്, ആൻഡ് 25 മാർക്സ് ആണ് ജൂൺ 24. സോ ഓവറോൾ എന്ന് പറയുകയാണെങ്കിൽ 26% ആണ്. സോ ഇത് നമുക്ക് ഇന്ന ബ്ലോക്കിന്ന് ഏറ്റവും കുറവ് അങ്ങനെയില്ല, ഒരുവിധം എല്ലാ ബ്ലോക്കിന്നും അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഷെയർ ടോട്ടൽ മാർക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ട്. സോ അതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇതിൽ. നമുക്ക് അതിൽ ആ ഒരു യെല്ലോയിൽ വരുന്നത് നമ്മുടെ ലോങ്സ്റ്റ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഷോർട്ട് നോട്ട് ആണ് അടുത്തൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ട്, പിന്നെ റെഡ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ കമ്പയർ എന്ന രീതിയിലാണ്. പിന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഗ്രാഫ് എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയാ ഡെഫിനിഷനും പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഇതിൽ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ദാറ്റ് ഇസ് 2022 18% ആയിരുന്നു, ആൻഡ് അത് 24 അത് 28% ഇൻക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അത് കൂടുതലാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ ഡിസ്റ്റിങ്വിഷ് ആൻഡ് കമ്പയർ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ഇൻക്രീസ് ആണ് അവിടെ. 23 ഒരു ചെറിയൊരു ഡിക്ലൈൻ, ഒരു ഇൻക്രീസ് ആയിരുന്നു 23, ബട്ട് 24 അത് ചെറിയൊരു ഡിക്ലൈൻ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതില്ല. പിന്നെ എസ് എ ലോങ് ആൻസർ എന്ന് അതിൽ നമുക്ക് അതൊരു സ്റ്റഡി ആയിട്ടാണ് അതിന്റെ ഗ്രാഫ് പോകുന്നത്. ബട്ട് നമുക്ക് റീസെന്റ് പേപ്പേഴ്സിൽ അത് ഒരു ഷോർട്ട് ഫോർമാറ്റ് ടാസ്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അടുത്ത സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ടിപ്പ്. സോ നമുക്ക് ആ ഒരു 3 hours നമ്മുടെ സ്കോർ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 മാർക്സിനാണ് ഈ ഒരു പേപ്പർ MMP 009 എന്ന് പറയുന്ന പേപ്പർ ഉള്ളത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ടൈം പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗിവൺ ടൈമില്ല നമുക്ക് ആ ഒരു 100 മാർക്സിനുള്ള ആൻസർ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സോ അറൌണ്ട് 60 minutes നമ്മൾ ലോങ് എസ്സേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാം. ദാറ്റ് ഇസ് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ്. പിന്നെ 45 minutes ആണ് നമ്മൾ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം ടിപ്പിക്കലി ഒരു 3 to 5 മാർക്കിന് 3 ക്വസ്റ്റ്യൻ വെച്ചത്, അപ്പൊ ഒരു 15 മാർക്സ് അവിടെ പോകും 45 minutes. പിന്നെ ഒരു 30 minutes നമ്മൾ എന്ത് ചെയ്യുക, കമ്പാരിസൺ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. സോ അത് നമ്മൾ ഒരു 30 minutes അത് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ 30 to 35 minutes ഡെഫിനിഷൻ അല്ലെങ്കിൽ പ്രോസസ് ക്വസ്റ്റ്യൻസിനൊക്കെ ആ ഒരു ടൈം നമ്മൾ മാനേജ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് 10 to 15 minutes എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ഒന്നുകൊണ്ട് റിവ്യൂ ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ എല്ലാം കറക്റ്റ് ഓർഡറിലൊക്കെ ആക്കി നമ്മളൊന്ന് ഓടിച്ച് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ടച്ചപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ആയിട്ട് നമ്മളൊന്ന് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഒരു 10 to 15 minutes വേണ്ടി നമ്മൾ ലാസ്റ്റ് മാറ്റി വെക്കേണ്ടത്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് 3 hours ഈ ഒരു 100 മാർക്സിന്റെ പേപ്പർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും നമ്മൾ ഒരു ക്വസ്റ്റ്യൻസും വിടാതെ എല്ലാം പ്രോപ്പർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെന്റ് വളരെയധികം ഹെൽപ്പ്. സോ ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്തായാലും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് ആണ്. സോ ഇതിൽ നമുക്ക് ടോപ്പ് 10 ആയിട്ടുള്ള റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. സോ അതിന്റെ താഴെ തന്നെ അതിന്റെ എത്ര പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ മാസ് പ്രൊഡക്ഷൻ, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. കാരണം അതൊരു 7 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ബാച്ച് പ്രൊഡക്ഷൻ, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. അതും ഒരു 6 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്, അതേപോലെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. സോ അതൊരു ഡിസ്റ്റിംഗ്വിഷ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ടൈപ്പ് ആണ് അവിടെ. നമ്മൾ ആദ്യം എന്താണ് കൺസെപ്റ്റ് എഴുതണം, അതിനുശേഷം അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഒരു 6 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്ത ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാസ് പ്രൊഡക്ഷൻ ആൻഡ് ബാച്ച് പ്രൊഡക്ഷൻ ആണ്. ആൻഡ് അണ്ടർ വാട്ട് കണ്ടീഷൻ ഇസ് ബാച്ച് പ്രൊഡക്ഷൻ ജസ്റ്റിഫൈഡ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്താണ് വാട്ട് ഈസ് ദി കപ്പാസിറ്റി പ്ലാനിങ്, എന്താണ് കപ്പാസിറ്റി പ്ലാനിങ്, അതിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
സോ അതും ഒരു 5 ടൈംസോളം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് പ്ലാന്റ് ലേഔട്ട്, എനുമറേറ്റ് ദ ടൈപ്സ് ഓഫ് പ്ലാൻ ലേഔട്ട്. എന്താണ് പ്ലാൻ ലേഔട്ട്, അതിന്റെ ടൈപ്സും ഏതൊക്കെയാണ്. അപ്പൊ അതൊരു 5 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം കോഡിഫിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കോഡിഫിക്കേഷൻ സിസ്റ്റം. സോ എന്താണ് കോഡിഫിക്കേഷൻ, അതേപോലെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതും ഒരു 5 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Then moving to next question, discuss the concept and importance of waste management. How is waste management complementary to resource management? So ഇതും ഒരു 5 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 3 ഓഫ് ദി ഫോളോയിങ്. ആ തന്നതിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി. അപ്പൊ അത് നമുക്ക് ഫ്രീക്വന്റ്ലി നമ്മൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിസൈനെ കുറിച്ച്, ജോബ് പ്രൊഡക്ഷൻ, വർക്ക് സ്റ്റഡി, പേർട്ട്, ഇൻവെന്ററി കൺട്രോൾ എന്നുള്ളതൊക്കെയാണ്. ഇതൊരു ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വന്നതാണ്. 8 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ജോബ് പ്രൊഡക്ഷൻ ആസ് കമ്പയർ ടു മാസ് ആൻഡ് ബാച്ച് പ്രൊഡക്ഷൻ. ഇതും ഒരു 5 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്യാം കേട്ടോ, പഠിച്ച് കവർ ചെയ്യണം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. സോ ഇനി നമുക്ക് നോക്കാം അത് അതിപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ ബ്ലോക്കിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആവറേജ് മാർക്ക് എത്രയാണ് എന്നുള്ളതൊക്കെയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ മാസ് പ്രൊഡക്ഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ള ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്നത്. 7 പ്രാവശ്യം ഈ ഒരു ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 12 ആണ്. അടുത്ത ഡിഫൈൻ ബാച്ച് പ്രൊഡക്ഷൻ ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. സോ അത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്നത്. ഒരു 6 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആവറേജ് മാർക്ക് 12. അടുത്ത എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ഓൾസോ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. സോ ഈ ഒരു ടോപ്പിക് ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഈ ഒരു ടോപ്പിക് വരുന്നത്. ആൻഡ് അതൊരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആവറേജ് മാർക്ക് 10. Next, distinguish between mass and batch production and under what condition is batch production justified. So ഇത് നമ്മൾ ബ്ലോക്ക് 2 നിങ്ങൾക്ക് യൂണിറ്റ് 5ഉം യൂണിറ്റ് 6ഉം ഈ 2 യൂണിറ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് ഒരു 6 പ്രാവശ്യത്തോളം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ വാട്ട് ഇസ് കപ്പാസിറ്റി പ്ലാനിങ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കപ്പാസിറ്റി പ്ലാനിങ്. സോ അത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഇത് ഉള്ളത്. ആൻഡ് അതൊരു 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സ് ആണ് അത് വരുന്നത് ആവറേജ് മാർക്ക്. അടുത്ത എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്ലാൻ ലേഔട്ട്, എനുമറേറ്റ് ദ ടൈപ്സ് ഓഫ് പ്ലാൻ ലേഔട്ട്. സോ അത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. നമ്മളൊരു 5 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ്. അടുത്ത വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം കോഡിഫിക്കേഷൻ, എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഡിഫിക്കേഷൻ സിസ്റ്റം. സോ ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 13 ആണ്. ഒരു 5 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 10 മാർക്സ് ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ഡിസ്കസ് ദി കൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. How is waste management complementary to resource management? ഇത് ബ്ലോക്ക് 4 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് 14 ഈ ഒരു ടോപ്പിക് കാണാം. അതൊരു 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മാർക്സ് ആണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. അടുത്ത റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 3 ഓഫ് ദി ഫോളോയിങ് പ്രോഡക്റ്റ്. അപ്പം ഇത് നമുക്ക് മിക്സഡ് ആണ്. ഒരു കീ ടോപ്പിക്സ് നമുക്കിപ്പം ഷോർട്ട് നോട്ട്സ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മിക്സഡ് ആയിട്ട് എല്ലാ യൂണിറ്റിനും നമുക്കത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എല്ലാ യൂണിറ്റിനും മിക്സഡ് ആയിട്ടാണ് ഈ ഒരു നോട്ട്സിന് ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സുകൾ വരാറ്. സോ അതൊരു 8 ക്വസ്റ്റ്യൻ പേപ്പറോളം വന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു. അവിടെ പ്രൊഡക്റ്റ് ഡിസൈൻ എന്താണ്, പേർട്ട് എന്താണ് എന്നുള്ളതൊക്കെ. ആൻഡ് അതും ഇതേപോലെ ഒരു 5 മാർക്സ് ആണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ജോബ് പ്രൊഡക്ഷൻ ആസ് കമ്പയർ ടു മാസ് ആൻഡ് ബാച്ച്. ഇത് നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 7 വരുന്നുണ്ട് ഈ ഒരു ടോപ്പിക്. ഒരു 5 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു 10 മാർക്കാണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഷോർട്ട് നോട്ട്സ് ആർ ടിപ്പിക്കലി 5 മാർക്ക് വെച്ചിട്ടാണ് വരിക. അതിൽ നമ്മൾ 5 ചോയ്സ് നമുക്ക് തരും. അതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. സോ 5 എണ്ണം ഉണ്ടാവും. അതിൽ നിന്ന് 3 എണ്ണം എഴുതുക. 3 എണ്ണത്തിന് ഈച്ച് വൺ ക്യാരീസ് 5 മാർക്സ്. സോ അങ്ങനെ ഓൾ ടുഗദർ 15 മാർക്സ് ആണ് വരുന്നത്.
സോ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക് പറയാം സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കണം, നമുക്ക് മെയിൻ ആയിട്ട് ടൈംഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസർ ഒരു 5 മിനിറ്റ് നമ്മൾ തന്നെ ഔട്ട്ലൈൻ ചെയ്യുക എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ. ആൻഡ് നമ്മൾ ക്ലിയർ ആയിട്ട് അതായത് നമ്മുടെ സ്ട്രക്ചർ ഡയഗ്രാംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിലവന്റ് ആയിട്ട് വേണ്ടത് അതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ഒരു പ്ലാൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ഒരു റെസ്പോൺസ് 12 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റിപ്പീറ്റ് ഈച്ച് ക്വസ്റ്റ്യൻ ട്വൈസ്. നമ്മൾ എന്താണ് ഒരു ഫുൾ ആൻസർ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യുക. അതായത് നമുക്കൊരു ആ ഒരു ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അതേപോലെ അത് റീകോൾ ചെയ്യാനും അതേപോലെ ആ ഒരു സ്പീഡ് നമ്മൾ എഴുതുന്നതിന് സ്പീഡ് കാര്യങ്ങൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത മാസ്റ്റർ ഫ്രെയിംവർക്ക് ആണ്. സോ നമ്മൾ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ സോളിഡ് പോയിന്റ്സും കാര്യങ്ങളും 4-5 പോയിന്റുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ നമ്മൾ അങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമുക്കത് എഴുതി പോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മളോട് നോക്കുക. സോ നമ്മൾ ഈ ഒരു ടോപ്പ് 10 റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ വിഷ്വലൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സോ ഇതിൽ നമുക്ക് ഈ ഒരു ടോപ്പ് 10 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഏകദേശം അപ്രോക്സിമേറ്റ് 52% ആണ്. അതിൽ മൊത്തത്തിൽ ഒരു ലാസ്റ്റ് 10 സെഷൻസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അതിന്റെ ഓവറോൾ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 52%ഓളമാണ് ആ ഒരു ഇതിൽ നിന്നെല്ലാം ചോദിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം ഏകദേശം നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഓൾ ടുഗദർ ഒരു 52% ആണ് അവിടെ വരുന്നത്. അത്രയും ഒരു പെർസെന്റേജ് ആണ് ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ്. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 5 നമുക്ക് മാസ് പ്രൊഡക്ഷൻ അതിന്റെ കൺസെപ്റ്റ് പ്രോൺ കോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം 90% ആണ് ആൻഡ് ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട് ഉണ്ട്. സോ ഇത് നമുക്ക് ഏകദേശം 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ലാസ്റ്റ് ഒരു 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 എന്ന് പറയുന്നത് ബാച്ച് പ്രൊഡക്ഷൻ അതിന്റെ ഡെഫിനേഷൻ പ്രോൺസ് കോൺസും കാര്യങ്ങളൊക്കെയാണ്. അതൊരു 80% പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് ഇത് നമുക്കൊരു 10 ടൈംസ് എടുക്കുകയാണെങ്കിൽ 8 ഔട്ട് ഓഫ് 10 എന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ഒന്നല്ലെങ്കിൽ കമ്പാരിസൺ ആയിട്ടോ അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ബ്ലോക്ക് 3 നമുക്ക് യൂണിറ്റ് 11 വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ആണ്. സോ അതും 80% അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വാല്യൂ എഞ്ചിനീയറിംഗ് അതിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ കമ്പാരിസണും കാര്യങ്ങളൊക്കെയാണ്. 8 ഔട്ട് ഓഫ് 10 എന്ന രീതിയിലാണ് പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5ഉം 6ഉം. സോ അതാണ് മാസ് പ്രൊഡക്ഷൻ വൈസസ് ബാച്ച് പ്രൊഡക്ഷൻ അതിന്റെ ഡിസ്റ്റിങ്ഷൻ കാര്യങ്ങളാണ് വരുന്നത്. ഒരു 70% പ്രോബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 7 ഔട്ട് ഓഫ് 10 എന്ന രീതിയിലാണ് അതിന്റെ കാറ്റഗറി വരുന്നത്. സോ ഇതിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ആയിട്ട് തന്നെയാണ് ഡിഫറൻസ് പോലെ തന്നെയാണ് അത് വരുന്നത്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 9 കപ്പാസിറ്റി പ്ലാനിങ് വരുന്നുണ്ട്. സോ ഒരു 60%ഓളം ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ വരാൻ. മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ആൻഡ് അത് നമുക്ക് 6 ഔട്ട് ഓഫ് 10 എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 പ്ലാന്റ് ലേഔട്ടും അതിന്റെ ടൈപ്സും അതും ഒരു 60% ഓഫ് പ്രോബിലിറ്റി ആണ് ചോദിക്കാൻ ചാൻസ്. പിന്നെ മീഡിയം ആയിട്ടുള്ളൊരു മീഡിയം റിലവൻസ് ആണ് അതിന് വരുന്നത്. ആൻഡ് ഇത് നമുക്ക് ഒരു 6 ഔട്ട് ഓഫ് 10 എന്ന രീതിയിലാണ്. അതിൽ പ്ലാന്റിന്റെ ലേഔട്ട് ടൈപ്സും പ്രോബ്ലംസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇനി ബ്ലോക്ക് 4 നമുക്ക് യൂണിറ്റ് 13 കോഡിഫിക്കേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. സോ അതൊരു 60%ഓളമാണ് അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത്. മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ആൻഡ് അതിൽ നമുക്ക് കോഡിഫിക്കേഷൻ ഒബ്ജക്റ്റീവ്സ് അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി വരാറ്. 6 ഔട്ട് ഓഫ് 10 ആണ് നമ്മൾ ടൈംസ് പറയുമ്പോൾ. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് കോംപ്ലിമെന്ററി ഉണ്ട്. അതിൽ 60% ആണ് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഒരു മീഡിയം റിലവന്റ് ടോപ്പിക് ആണ്. ആൻഡ് ഇതിൽ നമുക്ക് വേസ്റ്റ് അല്ലെങ്കിൽ റിസോഴ്സ് മാനേജ്മെന്റ് അതേപോലെ അത് അതിന്റെ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ ടോപ്പിക്സ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. 6 ഔട്ട് ഓഫ് 10 ആണ് അതിൽ വരുന്നത്.
ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 7 ജോബ് പ്രൊഡക്ഷൻ ഫീച്ചേഴ്സ് ആണ്. സോ അതൊരു 50% അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്ന മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് അതിൽ ജോബ് പ്രൊഡക്ഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറ്. ഒരു 5 ഔട്ട് ഓഫ് 10 എന്ന രീതിയിലാണ് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ജോബ് ഡിസൈൻ അല്ലെങ്കിൽ വർക്ക് മെഷർമെന്റ് ഉണ്ട്. അതൊരു 40% ആണ് അതിന്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് ചോദിക്കാൻ. ഒരു മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. സോ അതിൽ നമുക്ക് ജോബ് ഡിസൈൻ എന്താണ്, വർക്ക് സ്റ്റഡി, അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ 4 ഔട്ട് ഓഫ് 10 എന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. സോ അതിൽ നമുക്കൊരു 30% ആണ് അതിന്റെ പ്രോബിലിറ്റി. ഒരു ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫെസിലിറ്റി ലൊക്കേഷൻ 30% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോ റിലവന്റ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 പ്രോഡക്റ്റ് സർവീസസ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. സോ അതും ഒരു 30% ലോ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പിന്നെ ബ്ലോക്ക് 2 നമുക്ക് PERT CPM പ്രൊജക്ട് മാനേജ്മെന്റ് വരുന്നുണ്ട്. സോ അത് ഒരു 30% പ്രോബിലിറ്റി ആണ്. അതും ഒരു ലോ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഒരു 20% ആണ് അതിന്റെ പ്രോബിലിറ്റി, ലോ റിലവന്റ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. അതും ഒരു 20% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നമ്മൾ ഈ ഒരു ഹൈ, മീഡിയം, ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരു 70% ഗ്രേറ്റർ വരുന്ന നമുക്ക് ഹൈ ആയിട്ടും 40 to 69 ആണെങ്കിൽ അത് മീഡിയം, ആൻഡ് ബിലോ 40% ആയിട്ടുള്ളത് നമ്മളത് ലോ റിലവന്റ് എന്ന രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് ആണ് ഞാൻ ആ ഒരു ടേബിളിന്റെ കൂടെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും. അടുത്ത പ്രയോറിറ്റി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സ്റ്റഡി ലിസ്റ്റ് ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പ്രൊഡക്ഷൻ, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ബാച്ച് പ്രൊഡക്ഷൻ ഉണ്ട്, അതിന്റെ ഡെഫിനിഷൻ, പ്രോസ്, കോൺസ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണ്, അതിന്റെ കമ്പാരിസൺ വിത്ത് കോസ്റ്റ് റിഡക്ഷൻ ആണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മാസ് പ്രൊഡക്ഷൻ വേഴ്സസ് ബാച്ച് പ്രൊഡക്ഷന്റെ ഒരു ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിൽ സ്ട്രാറ്റജീസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫുൾ ലെങ്ത് ആൻസേഴ്സ് ആയിട്ട് തന്നെ അത് എഴുതുക, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ 2 മോഡൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളത് ആ ഒരു ആൻസർ കാര്യങ്ങൾ കൊടുക്കുക. ഇനി ഒരു മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് കപ്പാസിറ്റി പ്ലാനിംഗ് ആണ്. പിന്നെ പ്ലാൻ ലേഔട്ട് ആൻഡ് ടൈപ്സ് ആണ്. പിന്നെ കോഡിഫിക്കേഷൻ, പിന്നെ വേസ്റ്റ് റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ ജോബ് പ്രൊഡക്ഷൻ ഉണ്ട്, ജോബ് ഡിസൈൻ ഓർ വർക്ക് മെഷർമെന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു മീഡിയം പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ നമ്മൾ അതിന് സ്റ്റെപ്സ്, ഡെഫിനിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ ഒരു 5 minutes എടുക്കുക. ആൻഡ് റീസെന്റ് ആയിട്ടുള്ള PYQ മോഡൽ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ലോ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ്, ഫെസിലിറ്റി ലൊക്കേഷൻ, പ്രോഡക്റ്റ് സർവീസ് തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ PERT or CPM, പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ, ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. സോ ഇത് നമ്മൾ സമ്മറി ഷീറ്റ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അതേപോലെ ഒന്ന് ജസ്റ്റ് അതിന്റെ കീ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, സോ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം. അഥവാ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ബാർ ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ പ്രോബബിലിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റീസിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ബാർ ആണ്. സോ അതിൽ നമുക്ക് റെഡ് എന്ന് പറയുന്നത് ഹൈ പ്രോബബിൾ ആയിട്ട് വരുന്നതാണ്, മീഡിയം എന്ന് പറഞ്ഞാൽ യെല്ലോ, ആൻഡ് ലോ എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നമുക്ക്
ഹൈ എന്ന് പറയുന്ന ആ ഒരു റെഡിൽ വരുന്നത് ദാറ്റ് ഇസ് മെജോറിറ്റി ആയിട്ട് നമുക്ക് കോർ തീമുകളുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെയാണ്. എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. മീഡിയത്തിൽ റെഗുലർലി ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ലോ എന്ന് പറയുകയാണെങ്കിൽ സബ് ടോപ്പിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ഒക്കെയാണ് ആ ലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ നമ്മളവിടെ വിഷ്വലി കാണിച്ചിട്ടുള്ളത്. സോ ഹിയർ കംസ് ദി ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ നമ്മൾ നമ്മുടെ സെമസ്റ്റർ എക്സാമിന്റെ അതേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മോഡൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം. ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 MMPC 009 മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്. സോ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്ക് 100. സോ അതിൽ പറയുന്നുണ്ട് അറ്റംപ്റ്റ് എനി 5 questions ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും 5 questions ആണ് എഴുതേണ്ടത് ആൻഡ് എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്സ് ആണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Large electronic manufacturer is planning to expand its production. Explain the concept of mass production. A part. B part. Analyze 3 advantages and 3 disadvantages of adopting mass production for this manufacturer, giving suitable examples. സോ ഇതില് രണ്ട് എ പാർട്ടും ബി പാർട്ടും 2 പാർട്ട് വരുന്നുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറയുന്നത് എന്താണ് മാസ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്, അതിന്റെ കൺസെപ്റ്റ് ആണ്. രണ്ടാമത്തെ ബി പാർട്ടിൽ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സ്യൂട്ടബിൾ എക്സാമ്പിൾസും കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 2 യൂണിറ്റ് 5 മാസ് പ്രൊഡക്ഷനിലുണ്ട്. അടുത്തത് second question, a mid-sized company is considering switching from batch production to job shop production for a new product line. So the A part, define batch production and discuss its advantages and disadvantages. And B part, compare batch and job production, stating under which circumstances each is most effective. സോ ഇതിൽ നേരത്തെ പോലെ തന്നെ 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ ഇത് നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 6 and 7 ആണ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ. ബാച്ച് വൈസസ് ജോബ് പ്രൊഡക്ഷന്റെ ഒക്കെ ആൻസറും കാര്യങ്ങളും വരുന്നത്. അടുത്തത്, യു ആർ അപ്പോയിന്റഡ് ആസ് ആൻ ഓപ്പറേഷൻസ് മാനേജർ ഫോർ എ ന്യൂ auto component manufacturing plant. Outline the process and key considerations in designing the plant layout. And അതേപോലെ illustrate with the example, schematic or table 2 different type of plan layouts and state when each is appropriate എന്നുള്ളത്. സോ ഇത് പ്ലാൻ ലേഔട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ അതിന്റെ പ്രോസസ്സും അത് നമ്മളൊരു പ്ലാൻ ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു 2 ടേബിൾ, ഒരു ടൈപ്പിന്റെ പ്ലാൻ ലേഔട്ടിന്റെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇത് യൂണിറ്റ് 4 പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്ന യൂണിറ്റ് 4 ആണ് ബ്ലോക്ക് 1. അടുത്തത്, read the following case scenario and answer questions below. So a manufacturing firm is experiencing significant rework and scrap cost. The management wants to implement value engineering to improve product quality and cost efficiency. So a part എന്ന് പറയുന്നത് define value engineering and outline its major step. എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ്, അതാണ് അവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ബി പാർട്ട്, എക്സ്പ്ലെയിൻ ഹൗ വാല്യൂ എഞ്ചിനീയറിംഗ് ഡിഫർ ഫ്രം കോസ്റ്റ് റിഡക്ഷൻ യൂസിംഗ് എക്സാമ്പിൾസ് ഫ്രം ദി കേസ്. സോ അത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് 11 വരുന്നത്. ഇനി 5th question, the company's top management want to forecast demand for the next 3 years to decide on capacity expansion. So A part, discuss 3 methods for long-term demand forecasting and explain their suitability for the manufacturing sector. B part എന്ന് പറയുന്നത്, given the following 4-year demand data, that is 3,000, 3,400, 3,200, 3,500 units, calculate the forecast for the year 5 using a 3-year moving average. So ഇത് നമുക്ക് മെയിൻ ആയിട്ട് ബ്ലോക്ക് 3 യൂണിറ്റ് 9 പോയി കഴിഞ്ഞാൽ കപ്പാസിറ്റി പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. സോ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. അടുത്ത 6th question എന്ന് പറയുന്നത്, ടെക്സ്റ്റൈൽ കമ്പനി യൂസസ് കോഡിഫിക്കേഷൻ ഫോർ ഇറ്റ്സ് ഇൻവെന്ററി സിസ്റ്റം. സോ എന്താണ്, വാട്ട് ഇസ് കോഡിഫിക്കേഷൻ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യാനാണ് എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. ബി പാർട്ടിൽ, കൺസ്ട്രക്ട് ഹൈപ്പോത്തറ്റിക്കൽ കോഡിഫിക്കേഷൻ സ്കീം ഫോർ 5 type of textile products showing how group and subgroup codes are assigned. അപ്പം അത് ബ്ലോക്ക് 4 യൂണിറ്റ് 13 കോഡിഫിക്കേഷനിലാണ് വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത്, അതിൽ എ പാർട്ട് എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദി കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ മോഡേൺ മാനുഫാക്ചറിംഗ്. ബി പാർട്ട്, ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് 2 major functional classifications of waste management with 1 practical example for each. അവിടെ എക്സാമ്പിൾസും കാര്യങ്ങളും കൂടി കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ബ്ലോക്ക് 4 യൂണിറ്റ് 14 വേസ്റ്റ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്.
അടുത്തത് ആൻസർ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി 3 ഓഫ് ദ ഫോളോയിങ്. ഷോർട്ട് നോട്ട് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് നോട്ട് ടൈപ്പ് ആണ്. ആൻഡ് ഈച്ച് നോട്ട് ഷുഡ് ബി കൺസൈസ്, റെലവെന്റ് ആൻഡ് ഇൻക്ലൂഡ് ആൻ എക്സാമ്പിൾ വേർ അപ്രോപ്രിയറ്റ്. അപ്പൊ ഓരോ ഷോർട്ട് നോട്ട് നമ്മൾ എഴുതുന്ന ഷോർട്ട് നോട്ടിൽ എക്സാമ്പിളും കൂടെ ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു 5 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് നമ്മൾ മെയിൻ ആയിട്ട് ബ്ലോക്ക് 1, 2, 3, 4 എന്നും മിക്സ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. സോ അതിൽ വർക്ക് സ്റ്റഡി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ആണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ സെല്ലുലാർ വൈസസ് പ്രോസസ് ലേഔട്ട് ഉണ്ട്. പിന്നെ ഫംഗ്ഷൻസ് ഓഫ് ഇൻവെന്ററി ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ജോബ് പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ടൈം മാനേജ്മെന്റ് ഇൻ പ്രോജക്ട്സ്. 3 ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ചിട്ട് 15 മാർക്സ് ആണ് വരുന്നത്. അടുത്ത, യു ആർ ഗിവൺ ദ ഫോളോയിങ് കേസ് തന്നിട്ടുണ്ട്. എ മീഡിയം സൈസ്ഡ് എന്റർപ്രൈസ് ഇസ് പ്ലാനിംഗ് ടു ഓട്ടോമേറ്റ് പാർട്ട് of its assembly line using robotics and group technology. So A part will discuss the benefits and potential challenges of automation and robotics in mass production ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ. പിന്നെ ബി പാർട്ടിൽ വാട്ട് ഇസ് ഗ്രൂപ്പ് ടെക്നോളജി ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ഇംപ്രൂവ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്നുള്ളതാണ്. സോ ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഓട്ടോമേഷൻ ആൻഡ് ഗ്രൂപ്പ് ടെക്നോളജി ആണ് ഇത് വരുന്നത്. അടുത്ത 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ഫേം ഇസ് എക്സ്പാൻഡിംഗ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നീഡ് ടു ഡിസൈഡ് ബിറ്റ്വീൻ 2 ന്യൂ ഫെസിലിറ്റി ലൊക്കേഷൻസ്. 2 ലൊക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ലൊക്കേഷൻ എയുടെ അതേപോലെ ലൊക്കേഷൻ ബിക്ക് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. അതിന് വേരിയബിൾ കോസ്റ്റും കാര്യങ്ങളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 400 600 എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. അതേപോലെ സെയിൽസ് പ്രൈസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇത് വെച്ചിട്ട് യൂസിംഗ് ബ്രേക്ക് ഈവൻ അനാലിസിസ് കാൽക്കുലേറ്റ് അറ്റ് വാട്ട് സെയിൽസ് വോളിയം ദ ഫേം ഷുഡ് ബി ഇൻ ഡിഫറെന്റ് ബിറ്റ്വീൻ 2 ലൊക്കേഷൻസ്. അപ്പൊ അത് കാൽക്കുലേറ്റ് സെയിൽസ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ ഡിസ്കസ് 3 ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ബിസൈഡ് കോസ്റ്റ് ദാറ്റ് ഷുഡ് ഇൻഫ്ലുവൻസ് ദി ഫൈനൽ ലൊക്കേഷൻ ഡിസിഷൻ. സോ അത് 3 ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും കൂടെ നമ്മൾ അവിടെ കോട്ട് ചെയ്യാൻ പറഞ്ഞത്. സോ ഇത് നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫെസിലിറ്റി ലൊക്കേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഈവനിലാണ് നമുക്ക് ഇത് മെയിൻ ആയിട്ട് വരുന്നത്, ഈ ഒരു ടോപ്പിക് വരുന്നത്. അടുത്ത യൂണിറ്റ് ക്വസ്റ്റ്യൻ 11 എ പാർട്ട് ഔട്ട്ലൈൻ ദി മേജർ സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് എ കപ്പാസിറ്റി പ്ലാൻ ഫോർ എ സീസണൽ പ്രോഡക്റ്റ്. സീസണൽ പ്രോഡക്റ്റ് ഒരു കപ്പാസിറ്റി പ്ലാൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പ് വരുന്നുണ്ട്. അതേപോലെ ബി പാർട്ട് ഡിസ്കസ് ദി ഫാക്ടേഴ്സ് അഫക്ടിംഗ് ദ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റ് കപ്പാസിറ്റി പ്ലാൻസ്. അതിന്റെ ഇവാലുവേഷൻ ഫാക്ടേഴ്സ് അതേപോലെ എക്സാമ്പിൾസും കൂടെ നമ്മൾ അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് യൂണിറ്റ് 9 കപ്പാസിറ്റി പ്ലാനിംഗ് ബ്ലോക്ക് 3 വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, explain with examples and practical steps a purchasing manager should take to ensure effective vendor evaluation and rating in a public sector enterprise. So ഇതിൽ നമ്മൾ ഏതെങ്കിലും 3 ക്രൈറ്റീരിയാസ് ആണ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 ക്രൈറ്റീരിയാസ് എന്തായാലും നമ്മൾ എഴുതണം. അതേപോലെ ഡിസ്കസ് ഹൗ കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ക്യാൻ സപ്പോർട്ട് ദിസ് പ്രോസസ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് കമ്പ്യൂട്ടറൈസ് സിസ്റ്റംസ് എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാം എന്ന രീതിയിൽ നമ്മളത് എഴുതാം. സോ ബ്ലോക്ക് 4 യൂണിറ്റ് 12 വെണ്ടർ ഇവാലുവേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് പർച്ചേസിംഗ്. അപ്പൊ അതിലാണ് ഈ ഒരു ടോപ്പിക് കാര്യങ്ങൾ വരുന്നത്. സോ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബൈ ദിസ് നമ്മളിപ്പം ഏകദേശം മൊത്തം ഈ ഒരു സബ്ജക്റ്റിന് ഓവറോൾ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടും ഒരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ആ ഒരു ട്രെൻഡിന്റെ ബേസിസിൽ നമ്മളത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഏതെങ്കിലും ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ അപ്പം ഏതെങ്കിലും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ പഠിക്കുക. അതേപോലെ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ച് ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അത് ക്ലിയർ ചെയ്തിട്ടൊക്കെ എക്സാമിന് അപ്പിയർ ചെയ്യാം. സോ അതേപോലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു പ്രോപ്പർ ആയിട്ട് ആ ഒരു 3 hours നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യല്ല, ഓരോ ആൻസേഴ്സും നല്ല രീതിയിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ അതും കൂടി നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണം. ആൻഡ് ഈ ഒരു രീതിയിൽ എല്ലാം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്തിട്ട് നല്ല കോൺഫിഡന്റോട് കൂടി നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യാം. സോ ബൈ ദിസ് നമ്മുടെ ഈ ഒരു സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.